വെൽക്കം ബാക്ക് ടു കളിയും ശരിയും. നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഡെയിലി സ്പെഷ്യൽ ആണ്. ഡെയിലി സ്പെഷ്യൽ എന്ന് ആരാണ് സ്പെഷ്യൽ ടാലന്റുമായിട്ട് വന്നിട്ടുള്ളത് നോക്കാം. ഹലോ, നമസ്കാരം. പേര്? നിയാസ്. നിയാസ്. നിയാസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള കലാകാരനാണ്. നിയാസിനാണ് മൈക്കിൾ ജാക്സൺ കോമ്പറ്റീഷന് ഏറ്റവും നല്ല മൈക്കിൾ ജാക്സൺ ആയിട്ട് കേരളത്തിൽ തിരഞ്ഞെടുത്തത് നിയാസാണ്. അപ്പൊ നിയാസ് മൈക്കിൾ ജാക്സൺ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്? ജാക്സൺ ഡാൻസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈക്കിൾ ജാക്സൺ മരിച്ച സമയത്ത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച മൈക്കിൾ ജാക്സനെ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ്. അത് നമ്മുടെ ഈ സൂര്യ TV പ്രേക്ഷകർക്കായിട്ട് സമർപ്പിക്കുന്നു അല്ലേ? You know you want me. ഞാനത് ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങളൊന്നും, കാരണം ഞാൻ കുറെ പ്രാവശ്യം നിയാസിനെ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ പേരിൽ നമുക്കത് ഗംഭീരമായിട്ട് പണ്ടേ തോന്നിയിട്ടുള്ളതാണ്.
എന്റെ പേരിൽ യൂസഫും ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വീണ അഭിപ്രായം പറഞ്ഞത് യൂസഫ് ഞങ്ങളെ കണ്ടിട്ടുള്ളൂ. എനിക്കറിയാം, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നിയാസ് നന്നായിരുന്നു തീർച്ചയായിട്ടും. മൈക്കിൾ ജാക്സനെ അതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യം എന്താ? കേരളത്തിലെ പ്രേക്ഷകർ തെരഞ്ഞെടുത്ത മൈക്കിൾ ജാക്സൺ അല്ലേ, പിന്നെന്താ നമ്മളെന്താ പറയാനാ ഇനി അത് കൂടുതൽ? യൂസഫ് ഇത് നിയാസിന് വേണ്ടിട്ട് ഒരു ഉപഹാരം നൽകും. യൂസഫേ, ഇനി പതിവ് പോലെ നമുക്ക് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഉള്ള സെഗ്മെന്റ് ആണ്. അടുത്തത് ഒരു തമിഴ് ഗാനമാണ്. യൂസഫിന് വേണ്ടിയിട്ട് ഒരു ടപ്പാങ്കൂത്ത് മനഃപൂർവ്വം ചെയ്തതാണ്. യൂസഫിന്റെ ഡാൻസ് കാണാനായിട്ട് പ്രേക്ഷകർക്ക് ഒരു ഭാഗ്യം കിട്ടിയെന്ന് വിചാരിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞില്ല മൈക്കിൾ ജാക്സന് യൂസഫ് ഒരു സമ്മാനമൊക്കെ കൊടുത്തു നിയാസിന്. അപ്പൊ ചന്ദിരൂരുള്ള മൈക്കിൾ ജാക്സനെ പ്രേക്ഷകർക്കൊന്ന് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം. യൂസഫിന്റെ നാട് ചന്ദിരൂരാണ്, അതിന്റെ പേരിൽ. യൂസഫിന്റെ കുടുംബത്തെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ? കുടുംബം, ഭാര്യ, മക്കള്. ഭാര്യയുടെ പേര് ബാരിസ. മക്കളുടെ പേര്? മക്കള് 3 പേര് ആൺമക്കളാണ്. മൂത്തവൻ അഫ്സല്, രണ്ടാമത്തെ ആസിഫ്, മൂന്നാമത്തെ ആദിൽ. അപ്പൊ നമുക്ക് യൂസഫിന്റെ ഡാൻസിലേക്ക് കിടക്കാം. എപ്പിസോഡില് നമ്മളോടൊപ്പം കളി ചിരി നേരമായി എത്തി. കൂടുതൽ തമാശകളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് ആൾക്കാരെ ബോറടിപ്പിച്ച സന്തോഷിപ്പിച്ച ഹരിശ്രീ യൂസഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കലാകാരന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഒപ്പം ഹരിശ്രീ യൂസഫിന് പ്രേക്ഷകരോട് എന്തോ പറയാനുണ്ടെന്ന് എന്നോട് ചെവി പറഞ്ഞു. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. എന്തായാലും ഈ പ്രോഗ്രാമിൽ വരാനും ഇങ്ങനെ നമുക്ക് കഴിയാവുന്ന എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അത് രസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സന്തോഷമുണ്ട്. നാളെ മറ്റൊരു താരമായി കണ്ടെത്തും വരെ തൽക്കാലത്തൊക്കെ ഞങ്ങൾ ഈ എപ്പിസോഡിൽ നിന്നും ഗുഡ് നൈറ്റ് പറയുന്നു. ഇനി പറഞ്ഞു ഗുഡ് നൈറ്റ്.